ഹലോ ഗൈസ്, അനിമെന്റോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ലേറ്റസ്റ്റ് ചാപ്റ്റർ 1160 മലയാളം എക്സ്പ്ലനേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ വൺ പീസ് വീഡിയോസിന് നിങ്ങളിപ്പോൾ തരുന്ന സപ്പോർട്ട് ഭയങ്കരമാണ് ഗൈസ്, അതിന് ഒരുപാട് നന്ദിയുണ്ട്. കഴിഞ്ഞ വീഡിയോയ്ക്ക് സൂപ്പർ താങ്ക്സ് ചെയ്ത നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കമാൻഡോ, ഫുൾ ബോയ് 10, പിന്നെ നബീൽ നബു 1619 എന്നിവർക്കൊക്കെ ഞാൻ എൻ്റെ വലിയൊരു നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെയും പിന്നെ കമന്റ്സ്, ലൈക്ക്, ഷെയർ, ഹൈപ്പ് ഒക്കെ വഴിയും നിങ്ങൾ തരുന്ന വലിയൊരു സപ്പോർട്ടാണ് എന്ത് തിരക്കിനിടയിലായാലും വൺ പീസിന്റെ ചാപ്റ്റേഴ്സ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇടാൻ എനിക്ക് തരുന്ന മോട്ടിവേഷൻ. സോ ഗൈസ്, കട്ടയ്ക്ക് സപ്പോർട്ട് തന്ന് എൻ്റെ കൂടെ ഒന്ന് നിൽക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ 3000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇനി കുറച്ച് പേര് കൂടി മതി. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെല്ലാം ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു. ഇനി ഒരുപാട് സമയം കളയാതെ അപ്പം നേരെ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ കണ്ടതിന്റെ ബാക്കി, അതായത് ഈ മനുഷ്യരെ വേട്ടയാടുന്ന ഗെയിമിന്റെ മെയിൻ ടാർഗറ്റ്സിനെ അനൗൺസർ പ്രസന്റ് ചെയ്യുന്നിടത്തു നിന്നാണ് ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത്. ഡേവി ക്ലാൻ മെമ്പേഴ്സിനെ അനൗൺസർ ഇവന്മാർക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുകയാണ്. ഈ സെലസ്റ്റിയൽ ഡ്രാഗൺസ് തെണ്ടികളാണെങ്കിൽ ഇവർക്ക് നേരെ കത്തിയും പിന്നെ മറ്റായുധങ്ങളും ഒക്കെ വലിച്ചെറിയുന്നുണ്ട്. നിങ്ങൾ തെണ്ടികളുടെ ക്ലാനിനെ എല്ലാവർക്കും വെറുപ്പാണ്, തലമുറകളായിട്ട് നിങ്ങളെ ആരും സ്നേഹിച്ചിട്ടില്ല, നിങ്ങൾ ഡേവി ക്ലാനിലുള്ളവരും അപ്പൊ ബുക്കനീർസ് ആണല്ലേ, ഇവന്മാരെ എല്ലാം കൊന്നുകള എന്നൊക്കെ അവന്മാരെ അലറുന്നുണ്ട്. സോ ഈ ഡേവി ക്ലാനിലുള്ളവരും നമ്മുടെ കൂമയെ പോലെ ബുക്കനീർസ് ആണ് ഗൈസ്. അതാണ് അവർക്ക് ആ ഒരു ജയന്റ് സ്ട്രക്ചർ. ഡേവി ക്ലാനിലുള്ള സ്ട്രോ ഹാറ്റ് വെച്ച ഒരു പുള്ളി ഇപ്പൊ ഈ അടിമകളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. സോ ഇങ്ങനെയുള്ളവന്മാരെ ജീവിക്കാൻ അനുവദിക്കുന്നത് തന്നെ നമുക്ക് അപകടമാണ്. അതുകൊണ്ട് ഇവന്മാരെ എല്ലാം വേരോടെ നശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ സെലസ്റ്റിയൽ ഡ്രാഗൺസ് ഭയങ്കര വിഷയം. അനൗൺസർ ആണെങ്കിൽ വിളിച്ചു പറയുന്നുണ്ട്, വെയിറ്റ് ചെയ്യും, നിങ്ങൾ ഇപ്പോഴേ ഇവർക്ക് നേരെ കത്തി മറ്റു സാധനങ്ങളൊന്നും വലിച്ചെറിയരുത്, അതിനും സമയമായിട്ടില്ല എന്ന്. സെലസ്റ്റിയൽ ഡ്രാഗൺസ് പറയുന്നത് ഇവന്മാരെയൊക്കെ ഞങ്ങൾക്ക് ഇന്ന് തീർക്കാൻ പറ്റിയ ഇന്ന് ഞങ്ങൾക്ക് ആഘോഷ രാവാണെന്നാണ്. അനൗൺസർ ഇപ്പൊ പറയുന്നുണ്ട്, ഇങ്ങനെ ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇവർക്ക് നേരെ കത്തി എറിഞ്ഞ് ഇവരാരെങ്കിലും ഒക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ അതിന് പെനാൽറ്റീസ് ഉണ്ടാവും, അതായത് നിങ്ങളുടെ പോയിന്റ്സ് കട്ട് ചെയ്യപ്പെടുമെന്ന്. ഈ ഡേവി ക്ലാൻ മെമ്പേഴ്സിന്റെ കൂട്ടത്തിൽ നമുക്കിപ്പോൾ ബ്ലാക്ക് ബിയേഡിനെയും അവനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ അമ്മയും കാണാൻ പറ്റുന്നുണ്ട്. അവന്റെ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ നിക്കോ റോബിന്റെ ഒരു കട്ടുണ്ടല്ലേ ഗൈസ്. അതേപോലെ കുഞ്ഞു ബ്ലാക്ക് ബിയേഡ് ആണെങ്കിൽ ഈ സെലസ്റ്റിയൽ ഡ്രാഗൺസ് ചെയ്യുന്നതൊക്കെ കണ്ടിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. നമുക്കിപ്പോൾ സാറ്റേണിനെയും അയാളുടെ അടുത്തിരിക്കുന്ന ഗാർലിങ്ങിനെയും കാണാൻ കഴിയുന്നുണ്ട്. ഇവരെ കണ്ടെത്തിയതിന് സാറ്റേൺ ഗാർലിങ്ങിനെ അഭിനന്ദിക്കുന്നു. എല്ലാം വിധിയുടെ വിളയാട്ടം, അല്ലാതിപ്പോ എന്താ പറയുക എന്നൊക്കെ പറഞ്ഞ് ഗാർലിംഗ് ഇങ്ങനെ ബഹുമാനത്തോടെ നിൽക്കുകയാണ്. ഇനി നമുക്ക് ഇൻഡിവിജ്വൽ മാച്ചസിനായിട്ടുള്ള സ്ട്രോങ്ങസ്റ്റ് പാർട്ടിസിപ്പൻസിനെ പരിചയപ്പെടാവുന്ന അനൗൺസർ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇനി സീൻ നേരെ ഷിഫ്റ്റ് ആയിട്ട് മരിക്കുന്നതിന് മുമ്പ് ഷാങ്സിന്റെ ഷാംറോക്കിന്റെ അമ്മ നമ്മുടെ ഡ്രാഗണിനോട് സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എനിക്കിനി അധിക സമയമില്ല, എൻ്റെ കുട്ടികളെ മനസ്സിൽ നന്മയുള്ള ആരെങ്കിലും വളർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് പ്ലീസ് ഒരിക്കലും ഇവരെ അയാൾക്ക് വിട്ടുകൊടുക്കരുത്. ഇത്രയും പറഞ്ഞിട്ട് അവർ മരിച്ചു വീഴുകയാണ്. എനിക്ക് നിങ്ങളെയോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയോ ഒന്നും പരിചയമില്ല, പക്ഷെ ഉറപ്പായിട്ട് ഞാൻ ഇവരെ രക്ഷിക്കും, അല്ലാത്ത പക്ഷം എനിക്ക് ഒരു മനസമാധാനവും കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രാഗൺ തൽക്കാലത്തേക്ക് അവിടുന്ന് ഓടി മാറുന്നുണ്ട്. അനൗൺസർ ഇപ്പൊ പറയുന്നുണ്ട് 10,000 പോയിന്റ്സ് വീതമുള്ള 13 സൂപ്പർ റെയർ റാബിറ്റ്സ് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ 150 റെയർ റാബിറ്റ്സും. ഹണ്ട് 1 മണിക്കൂറിനുള്ളിൽ തുടങ്ങും. റാബിറ്റ്സ് എല്ലാവരും ജീവന് വേണ്ടി ഓടിക്കോ. ആൾക്കാരെല്ലാം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. ഇങ്ങനൊന്നും സംഭവിക്കാൻ ഒരു വഴിയില്ല, ഞങ്ങൾ എല്ലാവരും ഇപ്പൊ മരിക്കാൻ പോവാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പൊ 3 ആഴ്ച ഈ ഗെയിമിൽ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ജീവനോടെ രക്ഷപ്പെടാമെന്നുള്ള ഇവന്മാരുടെ കള്ളത്തരമൊക്കെ കേട്ടിട്ട് അത് വിശ്വസിച്ച ഇവിടുത്തെ പാവം ജനങ്ങൾ ജീവന് വേണ്ടി ഓടുകയാണ്. ഒളിച്ചിരിക്കാൻ പറ്റിയ നല്ല സ്പോട്ട് എവിടെ ഉണ്ടെന്നൊക്കെ നോക്കി അവർ പോകുന്നു. അപ്പോൾ വേട്ട ആരംഭിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് അനൗൺസ്മെന്റ് വരുന്നു. എവിടെ റാബിറ്റ്സ് എവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ സെലസ്റ്റിയൽ ഡ്രാഗൺ തെണ്ടികൾ തോക്കും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒരച്ഛനും അമ്മയും കുഞ്ഞും ആണെങ്കിൽ പാറയുടെ പുറകിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ഒരു സെലസ്റ്റിയൽ ഡ്രാഗൺ ഇപ്പൊ അപ്പുറത്തോട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ ആ കുട്ടി വല്ലാതെ അങ്ങ് കരയുകയാണ്. അമ്മയാണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, മോനെ കരയല്ലേ എന്ന്. ആ സെലസ്റ്റിയൽ ഡ്രാഗൺ ഇപ്പൊ ഇവരെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ റാബിറ്റ്സിനെ കണ്ടുപിടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇവർക്ക് നേരെ അവൻ തോക്കും ചൂണ്ടിക്കൊണ്ട് നിൽക്കുകയാണ്. പ്ലീസ് ഞങ്ങളുടെ കുഞ്ഞിനെയെങ്കിലും വെറുതെ വിടുന്ന അമ്മ പറയുന്നുണ്ട്. പക്ഷേ ഈ നാറികൾക്ക് ആ ഇമോഷൻ ഒന്നും ഇല്ലല്ലോ, സ്പോട്ടിൽ അവരെ വെടിവെച്ച് കൊല്ലുകയാണ്. പ്ലീസ് ഞങ്ങളെ ആരെങ്കിലും വന്നൊന്ന് രക്ഷിക്ക്, അയ്യോ എന്റെ ഹസ്ബൻഡിനെ കൊല്ലരുതേ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ പലരും കിടന്ന് അലറുകയാണ്. സെലസ്റ്റിയൽ ഡ്രാഗൺസിനാണെങ്കിൽ ഒരു കുലുക്കവും ഇല്ല, അവന്മാർ ആ വയലൻസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നോക്കിയാൽ ഗോഡ് വാലിയിൽ പോയിട്ടില്ലാത്ത കുറച്ച് നാറുകൾ സെലസ്റ്റിയൽ ഡ്രാഗൺസ് മെരി ജോയ്സിൽ ഇരുന്നിട്ട് ഏതാണ്ട് ക്രിക്കറ്റ് മാച്ച് കാണുന്നത് പോലെ ഈ നടക്കുന്ന കൂട്ടക്കൊലയുടെ ലൈവ് സ്ട്രീം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫിഗർലാൻഡ് ഫാമിലിയാണ് ഇപ്പൊ മുന്നിൽ നിൽക്കുന്നത്. ബാബറ്റ് ഫാമിലിയും മാൻമയർ ഫാമിലിയും തൊട്ട് പിന്നിൽ തന്നെ ഉണ്ട് എന്നൊക്കെ അവന്മാർ ഇത് കണ്ടിട്ട് കമന്റ് പറയുകയാണ്. ഗാർലിംഗ് ആണെങ്കിൽ ഇപ്പൊ കുറെ പാവപ്പെട്ട മനുഷ്യരെ ഇങ്ങനെ കൊന്നു തള്ളി മുന്നോട്ടേക്ക് പോകുന്നത് നമുക്ക് കാണാം. ഇത് കണ്ടിട്ട് കുറെ സെലസ്റ്റിയൽ ഡ്രാഗൺസ് പെണ്ണുങ്ങൾ ക്രഷ് അടിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഒരു സെലസ്റ്റിയൽ ഡ്രാഗൺ ആണെങ്കിൽ മറ്റൊരുത്തനോട് ചോദിക്കുന്നുണ്ട്, നീ ആരുടെ മേലാണ് ബെറ്റ് വെക്കുന്നതെന്ന്. ക്ലാൻ വാർസിലാണെങ്കിൽ ഷെപ്പേർഡ് ഫാമിലിയുടെ മേലും അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടാണെങ്കിൽ
ആണെങ്കിൽ ഞാൻ ഗുങ്കോയുടെ മേലിലുമാണ് ബെറ്റ് വെക്കുന്നതെന്ന് മറ്റവൻ പറയുന്നു. ഇത് കേട്ടിട്ട് മറ്റവൻ ചോദിക്കുന്നുണ്ട്, നീ സീരിയസ് ആയിട്ട് തന്നെയാണ് പറയുന്നത്? ഗുങ്കോ വെറും ഗോഡ്സ് ലോയൽ ബ്ലേഡ് മാത്രമല്ലേ എന്ന്? ഈ ടൈമിൽ ഗുങ്കോ ഗോഡ്സ് നൈറ്റ് ആയിട്ടില്ലല്ലോ. പിന്നെ ഈ ഗോഡ്സ് ലോയൽ ബ്ലേഡ് എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് പാനലിൽ നോക്കാം. ഗുങ്കോ ആണെങ്കിൽ അവളുടെ ആരോ ഫ്രൂട്ടിന്റെ പവർ വെച്ചിട്ട് 3-4 പേരെ അറ്റ് എ ടൈം കൊല്ലുന്നുണ്ട്. മാൻമേർ ഫാമിലിക്ക് ഇപ്പൊ ബോണസ് ഒക്കെ കിട്ടി എക്സലന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് ഇപ്പൊ അനൗൺസ്മെന്റ് നമുക്ക് കേൾക്കാം. സെയിന്റ് ഗുങ്കോ മാൻമേർ ഫാമിലി ഗോഡ്സ് ലോയൽ ബ്ലേഡ് എന്നാണ് ഗുങ്കോയുടെ ഡിസ്ക്രിപ്ഷൻ. അതായത് ഇമുവിന്റെ വിശ്വസ്തയായ ഒരു സേവക. അന്ന് റോക്സ് ഫ്ലവേഴ്സ് റൂമിൽ കയറിയപ്പോഴും ഇമുവിന്റെ മുന്നിൽ ഒരു സെർവന്റിനെ പോലെ ഗുങ്കോ ഉണ്ടായിരുന്നല്ലോ. മറീൻസ് ആണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പരസ്പരം പറയുന്നുണ്ട്, സെയിന്റ് ഗാർലിങ്ങിന്റെ ഒരു ഭാഗ്യവേ ഷാക്കിയെ പോലെ സുന്ദരിയായിട്ടുള്ള പെണ്ണെ ഭാര്യയായിട്ട് കിട്ടാൻ പോവല്ലേ. ഇപ്പൊ ആ കാര്യം ഉറപ്പിക്കാൻ വരട്ടെ, അത് ഇതുവരെ തീരുമാനമായില്ലല്ലോ എന്ന് അവരിൽ മറ്റു ചിലർ പറയുന്നുണ്ട്. ഷാക്കി ഇപ്പൊ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഡൗൺ ആയി നിൽക്കുന്നത് നമുക്ക് കാണാം. സോമേഴ്സ് ആണെങ്കിൽ ഇപ്പൊ ഒരു കൊച്ചു പയ്യനെയാണ് വേട്ടയാടുന്നത്. ആ പയ്യനാണെങ്കിൽ ഇപ്പൊ പേടിച്ചൊരു മരത്തിന് മുകളിൽ കയറി ഇരിക്കുകയാണ്. സോമേഴ്സ് ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് മരത്തിന് താഴെ മുഴുവൻ മുള്ളു വിരിച്ചിട്ട് ആ മരത്തിൽ കിക്ക് ചെയ്തിട്ട് ആ ചെക്കനെ മുള്ളിന്റെ മേളിലേക്ക് വീഴ്ത്താൻ നോക്കുകയാണ്. നിനക്ക് വേണ്ടി താഴെ ഞാൻ മുള്ളുകൊണ്ടൊരു കുഷം വിരിച്ചിട്ടുണ്ടാ മോനെ, നീ താഴോട്ട് ചാടുന്ന് ഇപ്പൊ ഈ നാറി വിളിച്ചു പറയുന്നുണ്ട്. പ്ലീസ് ഇതൊന്ന് നിർത്തുമെന്ന് പറഞ്ഞിട്ട് ആ പാവം കൊച്ചിപ്പോ ആ മരത്തിന്റെ മുകളിൽ ഇരുന്ന് കരയാണ്. ഇപ്പൊ ഇത് കണ്ടുകൊണ്ട് ആ കുട്ടിയുടെ അച്ഛൻ ഓടി വരുന്നുണ്ട്. അയ്യോ നിർത്തണേ, അതെന്റെ മോനാണെന്നൊക്കെ അയാൾ വിളിച്ചു പറയുന്നു. ഈ സോമേഴ്സ് മരത്തിൽ ചവിട്ടിയിട്ട് ആ പയ്യനാണെങ്കിലും ഇപ്പൊ അച്ഛാന്ന് വിളിച്ചോണ്ട് ആ മരത്തിന്റെ മുകളിൽ താഴേക്ക് വീഴുകയാണ്. മോനെ നീ പേടിക്കണ്ട, നിന്നെ അച്ഛൻ പിടിച്ചോളാമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ മുള്ളിന്റെ മുകളിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി അയാൾ അവന്റെ നേരെ ഓടി ചെല്ലുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന സോമേഴ്സ് അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്, ഓ എന്തൊരു ടച്ചിങ് ആണ് ഈ സീനൊക്കെ കാണാനെന്ന്. അവൻ ഇതൊക്കെ കാണുന്ന ഒരു സന്തോഷമാണ്. ഇപ്പൊ എൽബാഫി ചെയ്യുന്നതും അത് തന്നെയാണല്ലോ, ആൾക്കാരുടെ ഇമോഷൻസ് വെച്ചിട്ടാണ് പുള്ളി കളിക്കുന്നത്. സത്യം പറയാമല്ലോ ഗൈസ്, ഈ ഫ്ലാഷ് ബാക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഇവനെയൊക്കെ എൽബാഫിൽ ഇട്ടിട്ട് നമ്മുടെ ലൂഫിയും ലോക്കിയും പിന്നെ ബാക്കി ജയൻസും കൂടെ മൂടുന്നത് കാണാൻ ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഈ സെലസ്റ്റിയൽ ഡ്രാഗൺസ് വേട്ടയാടി കൊന്നിട്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് നമ്മുടെ ഡ്രാഗൺ ആണെങ്കിൽ ആകെ തകർന്നു നിൽക്കുകയാണ്. ഡ്രാഗണിന് ഇവിടെയുള്ള ജനങ്ങളെ സേവ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ ആജ്ഞ ധിക്കരിച്ച് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഡ്രാഗണിന്റെ ഡിവിഷനിലുള്ള ബാക്കി മറീൻസിന്റെയും കൂടെ ജീവൻ അപകടത്തിലാക്കുകയേ ഉള്ളൂ. സോ പുള്ളി ആകെ ആശയക്കുഴപ്പത്തിലാണ്. ഇപ്പൊ നമ്മളെ ഡ്രാഗണിന്റെ ഡിവിഷന്റെ ഷിപ്പ് കാണിക്കുന്നുണ്ട്. ഇവരുടെ ഡിവിഷന്റെ ലീഡർ ഇപ്പൊ ഒരു മറീനോട് ചോദിക്കുന്നുണ്ട്, നമ്മളുടെ കൂട്ടത്തിലുള്ളവരെല്ലാം ഇങ്ങ് തിരിച്ചു വന്നല്ലോ അല്ലേ എന്ന്. അവനാണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, ഊവ് സർ, നമ്മുടെ ഡിവിഷനിലുള്ളവരെല്ലാം ഇപ്പൊ ഈ ഷിപ്പിലുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ ചാപ്റ്ററിൽ ഡ്രാഗണിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന മറീൻ ആയിരിക്കും. പുള്ളിക്കാരൻ ഇപ്പൊ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, പണ്ടാരം ആ ഡ്രാഗൺ ഇത് എവിടെ പോയി, ദൈവമേ അവനിനി ഈ ഐലൻഡിലേക്ക് തന്നെ തിരിച്ചു കയറി പോയി കാണൂ. ഇപ്പൊ നമ്മളെ കാണിക്കുന്നത് ആ കല്ലിന് മുകളിൽ കയറി നിന്നിട്ട് ഇവാൻഗോ അവിടുത്തെ ബാക്കി സ്ലേവ്സിന് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന സീനാണ്. അതായത് ഈ നശിച്ച ഗെയിമിൽ സർവൈവ് ചെയ്യാൻ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട, ഇതെല്ലാം കള്ളത്തരമാണ്. സോ നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോവാണെന്നൊക്കെ പുള്ളി പറയുന്നു. ഇപ്പോൾ ഈ ടൈമിൽ ഇവരെ ഒരു സെലസ്റ്റിയൽ ഡ്രാഗൺ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 10,000 പോയിന്റ്സ് വെറുത്തുള്ള ആ ബുക്കനീർ പയ്യനല്ലേ നിൽക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവനിപ്പോ കൂമയ്ക്ക് നേരെ തോക്ക് ചൂണ്ടുന്നുണ്ട്. ഇപ്പൊ ഇത് ഡ്രാഗൺ കാണുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ ഗോഡ് വാലിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ഇവാൻഗോവും മറ്റ് സ്ലേവ്സിനോട് പറയുന്നത് കേട്ടിട്ട് ഡ്രാഗൺ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതായത് പ്രതീക്ഷ ഇപ്പോഴും മുഴുവനായിട്ട് കെട്ടടങ്ങിയിട്ടില്ല എന്ന്. 10 പേരെ കൊന്ന എന്റെ റൈഫിളിന്റെ പവർ അറിയാൻ നീ റെഡി ആയിക്കോടാന്നും പറഞ്ഞ് ചിരിച്ചോണ്ട് ആ സെലസ്റ്റിയൽ ഡ്രാഗൺ ഇപ്പോ കൂമയെ എയിം ചെയ്ത് ഷൂട്ട് ചെയ്യാനായിട്ട് പോവാണ്. പക്ഷെ അതിനു മുമ്പ് ഡ്രാഗൺ ആ കയ്യിലിരുന്ന ട്രാങ്കുലൈസർ ഗണ്ണ് വെച്ചിട്ട് ആ തെണ്ടിയെ ഷൂട്ട് ചെയ്ത് താഴെ ഇടുന്നുണ്ട്. ഡ്രാഗൺ ഇതിപ്പോ പെട്ടെന്ന് ആ ഒരു ആവേശത്തിന്റെ പുറത്ത് ആ റിഫ്ലക്സിൽ അങ്ങ് ചെയ്തു പോയതാണ്. പുള്ളി ഇത് കഴിഞ്ഞിട്ട് ചെയ്തത് ആലോചിച്ചൊന്ന് പകച്ചു നിൽക്കുന്നുണ്ട്. സെലസ്റ്റിയൽ ഡ്രാഗൺസ് ആണെങ്കിൽ ഇപ്പൊ ഐലൻഡിന്റെ പലയിടത്തും ഒരുപാട് ജനങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടെ ഒരു പൊട്ടിത്തെറി കേൾക്കുന്നു. എന്താ അവിടെ ഇപ്പൊ ഉണ്ടായെന്ന് ഒരു നാറി ഇപ്പൊ ചോദിക്കുന്നുണ്ട്. സംഭവം ഗോഡ് വാലിയുടെ കിഴക്കൻ തീരത്തായിട്ട് നമ്മുടെ റോക്സ് പൈറേറ്റ്സ് വന്നിരിക്കുകയാണ്. റോക്സ് പൈറേറ്റ്സ് മാത്രമല്ല, കുപ്രസിദ്ധരായിട്ടുള്ള മറ്റു കുറെ പൈറേറ്റ്സിന്റെ കപ്പലുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് മറീൻസ് ഇപ്പൊ വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പൊ റോക്സ് പൈറേറ്റ്സ് ഇങ്ങനെ അസംബിൾ ചെയ്ത് നിൽക്കുന്ന ഒരു കിടിലം പാനലാണ് നമ്മൾ കാണുന്നത്. റോക്സ് ഇപ്പൊ മൊത്തം ക്രൂവിനോടായിട്ട് പറയുന്നുണ്ട്, ഓക്കെ ഗൈസ്, അപ്പോ ഷാക്കി പിന്നെ ഇവിടെയുള്ള മറ്റ് നിധിശേഖരങ്ങള് പിന്നെ ഡെവിൾ ഫ്രൂട്ട്സ് ഇത് മൂന്നുമാണ് നമ്മുടെ ഉന്നം. ഇവിടെ വെച്ച് നമ്മൾ പരസ്പരം തല്ലാനും കൊല്ലാനും നിന്നിട്ട് കാര്യമില്ല. ഇവിടെയുള്ള കുറച്ചു നേരം നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം. തിരിച്ചെത്തിയിട്ട് ഇവിടുന്ന് കിട്ടുന്ന നിധിയെല്ലാം നമുക്ക് ഈക്വൽ ആയിട്ട് പങ്കുവെക്കാം. എന്തു പറയുന്നു? ബാർബൽ ഇപ്പൊ പറയുന്നുണ്ട് നിധി സ്പ്ലിറ്റ് ചെയ്യുന്നത് ഓക്കെ, പക്ഷെ നമ്മൾ ഷാക്കിയെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? ഷിക്കി ഇപ്പൊ പറയുന്നുണ്ട്, ഇതിലെന്താ ഇത്ര സംശയം? അവളെ ആദ്യം ആര് രക്ഷിക്കുന്നു അവൾ അവനുമായിട്ട് ഇഷ്ടത്തിലാവും. ക്യോ ആണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, അതെ അങ്ങനെ തന്നെ, അതുകൊണ്ട് തന്നെ അവളെ രക്ഷിക്കാൻ ഞാൻ മറ്റാരെ അനുവദിക്കില്ല, ഞാൻ തന്നെ അവളെ രക്ഷിക്കും.
ക്യാപ്റ്റൻ ജോൺ പറയുന്നുണ്ട് അല്ല, ഇവിടുന്ന് ഏറ്റവും കൂടുതൽ നിധി കൈവശമാക്കുന്നവനുമായിട്ടായിരിക്കും ഷാക്കി ഇഷ്ടത്തിലാവാൻ പോകുന്നത്. കഷ്ടം ഗൈസ്. അപ്പൊ ഷാക്കിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാപ്റ്റൻ ജോൺ കുറെ നിധി കളക്ട് ചെയ്ത് വെച്ചത്. ബഗ്ഗി ആ ക്യാപ്റ്റൻ ജോണിന്റെ നിധി തപ്പി നടന്നതൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. വൈറ്റ് ബിയർഡ് ഇപ്പൊ പറയുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്ന പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഗൈസ്. ഞാൻ ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചല്ല വന്നത്. ഷാക്കി എന്റെ നല്ലൊരു ഫ്രണ്ടാണ്. അവളോടുള്ള കൺസേണിന്റെ പുറത്താണ് ഞാൻ വന്നത്. പക്ഷേ അവളെന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിലെനിക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നും ഇല്ല. ന്യൂഗേറ്റേ, താൻ ഇതെന്തായി പറയുന്നതെന്ന് ചോദിച്ചപ്പോ സ്റ്റൂസി പുള്ളിയോട് ചൂടാവുന്നുണ്ട്. ഗ്ലോറിയോസ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാക്കിയെ ഞാൻ രക്ഷിച്ചു കഴിഞ്ഞാൽ റോജറിന് എന്നോടൊരു കടപ്പാടുണ്ടാവുമല്ലോ. അപ്പൊ അതുമൂലം ഒരു ലവ് ട്രാക്ക് വർക്ക് ചെയ്തെടുക്കാം എന്നാണ്. ഷാക്കിയുടെ ബാറിലേക്ക് മറ്റാരും പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹാച്ചിനോസുവിൽ ഒച്ചോക്കു കാവൽ നിൽക്കുകയാണെന്ന് സ്ട്രൂസൻ പറയുന്നുണ്ട്. അവനെല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നൈസായിട്ട് ഇങ്ങോട്ട് വരാതെ അങ്ങ് വലിഞ്ഞു ഗൈസ്. ഗോഡ് വാലിയിൽ വെച്ചിപ്പോ റോക്സും മരിച്ച് ക്രൂൺ ഡിസ്ബാൻഡ് ആയി കഴിഞ്ഞപ്പോ ഹാച്ചിനോസും അവന്റെ കൺട്രോളിലും ആക്കി. എന്നിട്ടിപ്പോ വർഷങ്ങൾക്ക് ശേഷം റോക്സിന്റെ മകനായിട്ടുള്ള ബ്ലാക്ക് ബിയർഡ് വന്നിട്ട് ഒച്ചോക്കോയെ കീഴടക്കി ഹാച്ചിനോസുവിന്റെ ഭരണം തിരിച്ചെടുക്കുന്നു. എല്ലാം വിധിയുടെ വിളയാട്ടം. സാറിന്റെ മക്കളുടെ ഭാഗ്യം. എനിക്ക് മക്കളില്ല. എനിക്ക് മക്കളേ ഉള്ളൂ. ഡോക്ടറെ കാണിച്ചില്ലേ? അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് തിരിച്ചു വരാം. ഇവന്മാരുടെ ഈ ഡയലോഗടി എല്ലാം കേട്ടിട്ട് ബിഗ് മോം പറയുന്നുണ്ട്, എടാ പൊട്ടന്മാരെ, ഈ ലോകം കീഴ്മേൽ മറിഞ്ഞു എന്ന് പറഞ്ഞാൽ നിന്നെ പോലെയുള്ളവന്മാർക്കൊന്നും ഷാക്കി വീഴാൻ പോകുന്നില്ല എന്ന്. കൈഡോ ആണെങ്കിൽ ഇപ്പൊ ചോദിക്കുന്നുണ്ട്, ലിൻ കിട്ടാൻ പോകുന്ന ഒരു ഡബിൾ ഫ്രൂട്ട് നിങ്ങൾ എനിക്ക് തരുമല്ലോ അല്ലേ എന്ന്. അത് അങ്ങനെ ഒരുത്തൻ. മറീൻസ് ആണെങ്കിൽ ഇപ്പൊ റോക്സ് പൈറേറ്റ്സിനെ കണ്ടപ്പോൾ തന്നെ അവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ റോക്സിന്റെ ഷിപ്പ് ആണെങ്കിൽ ആ മറീൻസിന്റെ ഷിപ്പൊക്കെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ്. നിങ്ങളൊക്കെ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല മറീൻസ്, ഫോളോ മീ റോക്സ് പൈറേറ്റ്സ് എന്നിപ്പോ റോക്സ് വിളിച്ചു പറയുന്നുണ്ട്. സെലസ്റ്റിയൽ ഡ്രാഗൺസ് തെണ്ടികളാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് മറീൻസിനോട് കിടന്ന് ചൂടാവുകയാണ്. ഇങ്ങോട്ടേക്ക് പൈറേറ്റ്സ് വന്നു, നിങ്ങൾ മറീൻസ് ഇവിടെ എന്ത് തേങ്ങയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ നിന്നെയൊക്കെ ഞങ്ങൾ കെട്ടിത്തൂക്കും, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞവന്മാരാകെ വിഷയം. മറീൻസ് ആണെങ്കിൽ ഇപ്പൊ ഈ പൈറേറ്റ്സ് ഷിപ്പ് വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോക്സ് പൈറേറ്റ്സിനെ കൂടാതെ ഇപ്പൊ പടിഞ്ഞാറൻ തീരത്തായിട്ട് റോജർ പൈറേറ്റ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നടക്കുന്ന പ്രശ്നങ്ങളുടെയും ബഹളത്തിന്റെയും ഒക്കെ ഇടയ്ക്ക് നമ്മുടെ ഡ്രാഗൺ കുഞ്ഞു ഷാങ്സിനെയും ഷാംറോക്കിനെയും എടുത്തോണ്ട് അവിടെ ഓടി രക്ഷപ്പെടുകയാണ്. ഇത്രയും ബഹളത്തിനിടയ്ക്ക് ഈ കുട്ടികൾ കരയുന്നില്ലല്ലോ എന്നുള്ള കാര്യം ഡ്രാഗണിനെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. മറീൻസ് ആണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട് സെലസ്റ്റിയൽ ഡ്രാഗൺസിനെ എത്രയും പെട്ടെന്ന് സേഫ് ആയിട്ട് ഈ ഐലൻഡിന്റെ സെന്ററിലേക്ക് എത്തിക്കണം, അവർക്ക് ഒരാപത്തും വരാൻ അനുവദിക്കരുതെന്നൊക്കെ. ആദ്യം റോക്സ്, ഇപ്പൊ റോജർ, ഇതെന്തു പണ്ടാരമാണ്, ലോകാവസാനം വല്ലതും ആണോ ദൈവം എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പൊ മറീൻസ് ഒക്കെ ആകെ വിറച്ച് നിൽക്കുകയാണ്. അങ്ങനെ റോജർ പൈറേറ്റ്സും ഗോഡ് വാലിയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. റോജർ ഇപ്പൊ ക്രൂവിനോടായിട്ട് പറയുന്നുണ്ട്, ഷാക്കിയെ പോയി സേവ് ചെയ്യുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾക്കാർക്കും അവൾ സെറ്റ് ആവാൻ യാതൊരു ചാൻസും ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും പോയി ഇവിടുത്തെ ബാക്കിയുള്ള നിധിയൊക്കെ അടിച്ചു മാറ്റാനായിട്ട് നോക്ക്. റോജറിന്റെ ക്രൂമേറ്റ്സ് ആണെങ്കിൽ ഇപ്പോൾ വേഗം വാ, നമുക്ക് ഇവിടുന്ന് ഷാക്കിയെ വീണ്ടെടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് റോജറിനെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഓടി അങ്ങോട്ട് പോവാണ്. പുള്ളി ഇപ്പോൾ അവിടെ താഴെ കടന്നിട്ട് ഐ ആം സോറി എന്ന് പറയുന്നുണ്ട്. ഈ ഫ്ലാഷ് ബാക്ക് പോർഷൻസിലൊക്കെ റോജറിനെ നല്ലപോലെ തേച്ചൊട്ടിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ജസ്റ്റ് ഓക്കെ ആയിരുന്നു കാര്യം, എല്ലാവരും ഷാക്കിയുടെ പുറകെ ഇങ്ങനെ കുറെ ഒലിപ്പിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇതൊക്കെ റോജറിന്റെ ഗ്രാഫ് അങ്ങ് താഴെ കൊണ്ടുപോവാണ്. ഗാർലിംഗ് ഇപ്പൊ പറയുന്നുണ്ട്, നാശം, ഇതിപ്പോ സീനാകെ വഷളായല്ലോ, ഇതിപ്പോ ഒരിക്കലും ഈ ഗെയിമിന് പറ്റിയ ഒരു സന്ദർഭമല്ല, ഇവിടെ എന്ത് കോപ്പായി നടക്കുന്നേ, പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നു സെലസ്റ്റിയൽ ഡ്രാഗൺസ് കിടന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് പാനലിൽ നമ്മളെ ഗോഡ് നൈറ്റ്സിനെ കാണിക്കുന്നുണ്ട്. ഈ ഗോഡ് വാലി ഇൻസിഡന്റ് നടന്ന ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന ഗോഡ് നൈറ്റ്സിലെ 6 പേരെ നമ്മളെ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇവിടെ ഇപ്പൊ ബാക്കിയുള്ള 3 പേരെ കൂടെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. അതിലൊന്ന് സോമേഴ്സ് ആണ്, പിന്നൊരെണ്ണം ഇപ്പൊ എൽബാഫിലുള്ള ഗോഡ് നൈറ്റ് ആയിട്ടുള്ള കില്ലിംഗ്ഹാമിന്റെ അതേ ലുക്കുള്ള ഒരു സ്ത്രീ, മേ ബി പുള്ളിയുടെ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേഷൻ കാണും. പിന്നെ ജയന്റ് ആയിട്ടുള്ള നമ്മൾ ആ പങ്ക് ഹസാഡിൽ കണ്ടിട്ടുണ്ടായിരുന്ന യതി ഉണ്ടല്ലോ, അതുപോലെ ഇരിക്കുന്ന ഒരാൾ. എനിക്ക് ഈ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്രാങ്കിയുടെ മാസ്റ്റർ ആയിട്ടുള്ള ടോം ഉണ്ടല്ലോ, പുള്ളിയുമായിട്ട് റിസംബ്ലൻസ് തോന്നി. ഗാർലിംഗ് ഇപ്പൊ പറയുന്നുണ്ട്, മറീൻസിനോട് എത്രയും പെട്ടെന്ന് അവരിപ്പോഴുള്ള പൊസിഷൻസിൽ നിന്ന് മാറി ഇവിടെ വന്ന് സെലസ്റ്റിയൽ ഡ്രാഗൺസിനെ ഗാർഡ് ചെയ്യാനായിട്ട് പറയുക. നമ്മൾ ഗോഡ് നൈറ്റ്സ് കളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഇപ്പോൾ പല പൈറേറ്റ് ക്രൂസ് എല്ലാ ഡയറക്ഷനിൽ നിന്നും ഗോഡ് വാലിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവരെ ഒന്നും ഈ ഐലൻഡിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട് അനുവദിക്കരുത്, വാർഷിപ്പ് വെച്ച് എല്ലാരെയും ഫയർ ചെയ്യുന്നൊക്കെ മറീൻസ് പറയുന്നുണ്ട്. ഇനി അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല, നമ്മൾ ഒരുപാട് വൈകിപ്പോയി സാറിന് ഇപ്പോൾ ഒരു മറീൻ ഇങ്ങനെ വിളിച്ചു പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാം. കാര്യം പൈറേറ്റ്സ് ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മറീൻസിനൊന്നും അനങ്ങാൻ പോലും ഒരു സമയം കൊടുക്കുന്നില്ല. ഇവരുടെ എല്ലാ ലക്ഷ്യം എന്താണെന്ന് പോലും ഈ മറീൻസിന് യാതൊരു പിടിയില്ല. ഇപ്പൊ നോക്കിയ വൈറ്റ് ബിയർഡ്, ഷിക്കിയും ക്യോവും ഒക്കെ കൂടെ മറീൻസിനെ കറിക്ക് അരിയുന്ന പോലെ വെട്ടി തള്ളുകയാണ്. ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ മറീൻസിനെ രക്ഷിക്കാൻ ആരുണ്ടെന്ന് നോക്കിയിരിക്കുമ്പോഴാണ്, ഞങ്ങളുടെ സോൾജേഴ്സിനെ പച്ചക്കറി അരിയുന്ന പോലെ വെട്ടി തള്ളുന്നൊന്ന് നിർത്തടാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗാർപ്പ് ആ പൈറേറ്റ്സിന്റെ ഇടയിലേക്ക് പീരങ്കിയുടെ ഒരു ഉണ്ട എടുത്ത് എറിയുന്നത്. അവിടെ ഉണ്ടായിരുന്ന പൈറേറ്റ്സ് ഒക്കെ ഇങ്ങനെ ചെതർന്ന് നമുക്ക് കാണാം. റോക്സും റോജറും ഒക്കെ ആകെ കലിപ്പായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഗാർപ്പിന്റെ ഷിപ്പ് കണ്ടപ്പോഴത്തേക്ക് മറീൻസിനൊക്കെ ജീവൻ തിരിച്ചു കിട്ടിയ ഫീലാണ്. അത് വൈസ് അഡ്മിറൽ ഗാർപ്പിന്റെ ഷിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ അലറുന്നുണ്ട്. ഇപ്പൊ കയ്യിലൊരു വീരങ്കിയുടെ ഉണ്ടയും പിടിച്ചോണ്ട് ഞാൻ വന്നടാ മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് ഗാർപ്പ് നിൽക്കുകയാണ്. മറീൻസ് ഇപ്പൊ മെസ്സേജ് കൊടുക്കുന്നുണ്ട്, റീഇൻഫോഴ്സ്മെന്റ് വന്നിട്ടുണ്ട്, വൈസ് അഡ്മിറൽ ഗാർപ്പാണ് വന്നിരിക്കുന്നത്. ഓ മോനെ, ഈ ചാപ്റ്റർ പുള്ളിയുടെ എൻട്രി തൂക്കി.
ഇനിയൊന്നും പേടിക്കാനില്ല, നമ്മൾ രക്ഷപ്പെട്ടു എന്ന് മറീൻസ് പറയുന്നുണ്ട്. ഗാർപ്പാണെങ്കിൽ ഇങ്ങനെ മുന്നിലേക്ക് നോക്കി ഒരു ചിരിയോടെ നിൽക്കുന്നിടത്ത് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അങ്ങനെ ലെജൻഡ്സ് എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ്. പക്ഷെ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ബ്രേക്കാണ്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ എന്തായാലും കിടിലമായിരുന്നു. എന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, ഹൈപ്പ് എല്ലാം അങ്ങ് ചെയ്തു. അതേപോലെ എന്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാര്യം നമ്മൾ 3000 സബ്സ്ക്രൈബേഴ്സ് അടുക്കാറായിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഇനി ബ്രേക്ക് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ചാപ്റ്ററുമായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.